കാനഡ പൊതു തെരഞ്ഞെടുപ്പിൽ വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. ഇന്ത്യ, ചൈന, റഷ്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ഇന്റലിജൻസ് ഏജൻസിയായ CSISന്റെ റിപ്പോർട്ടിലുള്ളത്. ഇന്ത്യയുമായും ചൈനയുമായും കാനഡയുടെ ബന്ധത്തിൽ വിള്ളലുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ വെളിപ്പെടുത്തൽ. 2019-2021 വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യയും ചൈനയും ഇടപെട്ടിരുന്നുവെന്ന് കാനഡ ആരോപിച്ചിരുന്നു. എന്നാൽ ഇടപെടലുകൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചിട്ടില്ലെന്നായിരുന്നു അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ. തിരഞ്ഞെടുപ്പുകളിൽ ഇടപെടുന്നതിനായി കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ടെന്ന് CSISന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കാനഡയുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടാൻ ശ്രമിക്കുന്നതിന് ചൈന ഇത്തരം സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് CSIS ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻസ് വനേസ ലോയ്ഡ് വ്യക്തമാക്കി. കനേഡിയൻ സമൂഹങ്ങളിലും ജനാധിപത്യ പ്രക്രിയകളിലും ഇടപെടാനുള്ള ഉദ്ദേശവും കഴിവും ഇന്ത്യൻ സർക്കാരിനുണ്ടെന്ന് ബോധ്യപ്പെട്ടതായും അവർ കൂട്ടിച്ചേർത്തു. ചൊവ്വാഴ്ച നടന്ന കാനഡയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ സർക്കാരിന്റെ മുൻകാല ഇടപെടലുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രക്ഷുബ്ധമായി. കൺസർവേറ്റീവ് പാർട്ടി നേതാവും പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ പ്രധാന എതിരാളിയുമായ പിയറി പൊയ്ലീവെ പ്രതിരോധത്തിലായി. 2022 കൺസർവേറ്റീവ് പാർട്ടി നേതൃമത്സരത്തിൽ മിസ്റ്റർ പൊയ്ലീമെ വിജയിച്ചപ്പോൾ ഇന്ത്യൻ ഏജന്റുമാരും പ്രോക്സികളും പണം സ്വരൂപിക്കുകയും പിന്തുണ സംഘടിപ്പിക്കുകയും ചെയ്തതായി കനേഡിയൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി കനേഡിയൻ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ പൊയ്ലിഗ്രയ്ക്കോ അദ്ദേഹവുമായി അടുത്ത ആളുകൾക്കോ ഈ ഇടപെടലിനെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നതിന് തെളിവുകളൊന്നുമില്ലെന്നും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഇടപെടലുകൾ നേതൃമത്സരത്തിന്റെ ഫലത്തെ സ്വാധീനിച്ചിരുന്നതായി ഒരു സൂചനയും ഉണ്ടായിരുന്നുമില്ല. ആദ്യ റൗണ്ടിൽ മിസ്റ്റർ പൊയ്ലീവൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു, 68% വോട്ടുകൾ നേടി. എന്നാൽ കനേഡിയൻ വിദേശ രാജ്യങ്ങളുടെ ഇടപെടലുകളെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ലഭിക്കുന്നതിന് ഉന്നത സുരക്ഷാ അനുമതി നേടാൻ മിസ്റ്റർ പൊയ്ലീവെ വിസമ്മതിച്ചതിനെക്കുറിച്ചുള്ള അസ്വസ്ഥമായ ചോദ്യങ്ങൾ ഇന്ത്യയുടെ ഇടപെടലിനെക്കുറിച്ചുള്ള വാർത്തകൾ ഉയർത്തുന്നുണ്ട്. ഉന്നത സുരക്ഷാ അനുമതി ലഭിക്കാൻ വിസമ്മതിച്ച ഏക ഫെഡറൽ പാർട്ടി നേതാവായ മിസ്റ്റർ പൊയ്ലിവ്യ ക്ലിയറൻസ് ലഭിക്കുന്നത് തനിക്ക് പരസ്യമായി പറയാൻ കഴിയുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുമെന്നും പറഞ്ഞു. അതേസമയം കാനഡയുടെ ആരോപണങ്ങളോട് ചൈനയും ഇന്ത്യയും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം ചൈനീസ് ഇലക്ട്രിക് വാഹനങ്ങൾക്കും സ്റ്റീൽ, അലുമിനിയം ഉൽപ്പന്നങ്ങൾക്കും കാനഡ അധിക തീരുവ ചുമത്തിയതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉരസലുണ്ടായത്. ഇതിന് പ്രതികാരമായി $2.6 ദശലക്ഷം മൂല്യമുള്ള കനേഡിയൻ കാർഷിക ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് ചൈന തീരുവ പ്രഖ്യാപിച്ചിരുന്നു. മയക്കുമരുന്ന് കടത്ത് കേസിൽ 4 കനേഡിയൻ പൗരന്മാരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ ചൈനീസ് നടപടിയിലും കാനഡ ശക്തമായി പ്രതിഷേധിച്ചിരുന്നു. ഖലിസ്ഥാൻ വിഷയത്തിലാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വഷളായത്. ഖലിസ്ഥാൻ പ്രവർത്തകർക്കെതിരായ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് അംബാസഡർ ഉൾപ്പെടെ 6 ഇന്ത്യൻ നയതന്ത്രജ്ഞരെ കാനഡ കഴിഞ്ഞ വർഷം പുറത്താക്കിയിരുന്നു.